നമസ്കാരം. ഓഹരി വിപണിയിൽ ഒരു ദിവസത്തെ ട്രേഡിംഗ് തുടങ്ങുന്നതിനു മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഒന്ന് നോക്കാൻ പോകുന്നത്. അതായത് ട്രേഡിംഗ് തുടങ്ങുന്നതിനു മുൻപ് തന്നെ മാർക്കറ്റിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാവല്ലേ? അപ്പോൾ മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്തൊക്കെ സൂചനകളാണ് കിട്ടുന്നത്, അതെങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഏതൊരു വിശകലനവും തുടങ്ങേണ്ടത് അതിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നാണല്ലോ. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ അടിസ്ഥാനം എന്ന് പറയുന്നത് നിഫ്റ്റി 50 ആണ്. അപ്പോ എന്താണ് ഈ നിഫ്റ്റി 50 എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാല് നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഒരു കണ്ണാടിയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച 50 കമ്പനികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് ഈ ഒരൊറ്റ ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലുതും സ്റ്റേബിളുമായിട്ടുള്ള 50 കമ്പനികളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലാർജ് ക്യാപ് മാർക്കറ്റിന്റെ ഒരു അളവുകോലായി നമ്മൾ കണക്കാക്കുന്നത്. ഇനി നിഫ്റ്റി 50യുടെ ഒരു പ്രധാന കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ വൈവിധ്യമാണ്. ഈ ചാർട്ടിൽ കാണുന്നതുപോലെ ഫിനാൻസ്, IT, എനർജി അങ്ങനെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ പല പ്രധാന മേഖലകളിലായി ഈ സൂചികയിലെ കമ്പനികൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇൻഡെക്സിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി 50 എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി ഇന്നത്തെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇന്നലത്തെ മാർക്കറ്റിന്റെ അവസ്ഥയും ഇന്നത്തെ പ്രീ മാർക്കറ്റ് തരുന്ന സൂചനകളും നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, മാർക്കറ്റ് റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം ചെറുതായിട്ടൊന്ന് തണുത്തു. ഇതിന് പ്രധാന കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് അഥവാ ലാഭമെടുക്കലാണ്. അതായത് നിക്ഷേപകർക്ക് നല്ല ലാഭം കിട്ടിയപ്പോൾ അത് കയ്യിലെടുക്കാൻ വേണ്ടി സ്റ്റോക്സ് വിൽക്കാൻ തുടങ്ങി. അതോടൊപ്പം വിദേശ നിക്ഷേപകർ അവരുടെ പണം കുറച്ചൊന്ന് പിൻവലിച്ചതും മാർക്കറ്റിനെ ചെറുതായി താഴേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിർണായകമായ കാര്യം. ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചതൊരു ചെറിയ സമ്മർദ്ദത്തിലാണെങ്കിൽ ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്ന സൂചന അല്പം ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഈ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒന്നാണ്. ഇന്ത്യൻ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പുള്ള ഒരു ദിശാസൂചികയായി നമുക്കിതിനെ കാണാം. അതനുസരിച്ച് ഒരു വലിയ കുതിച്ചുചാട്ടം ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ് സ്റ്റാർട്ട് കിട്ടുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഇന്നത്തെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കാൻ സാധ്യതയുള്ള മറ്റ് ആഭ്യന്തരവും അന്തർദേശീയവുമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈയൊരു നമ്പർ കണ്ടോ? 29,300. പ്രമുഖ ജാപ്പനീസ് ബ്രോക്കറേജ് സ്ഥാപനമായ നൊമുറയുടെ ഒരു ദീർഘകാല പ്രവചനമാണിത്. അതായത് 2026 അവസാനത്തോടെ നിഫ്റ്റി 29,300 എന്ന നിലയിലേക്ക് എത്തുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാർക്കറ്റിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അനലിസ്റ്റുകൾ എന്ത് പറയുന്നു എന്നുള്ളത് മാർക്കറ്റിന്റെ ഒരു പൊതുവായ വികാരം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് വിദേശ ഫണ്ടുകളുടെ ഒഴുക്ക്. അത് മാർക്കറ്റിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ നിഫ്റ്റിയിൽ വലിയ സ്വാധീനമുള്ള ബാങ്കിംഗ്, IT പോലുള്ള വലിയ കമ്പനികളുടെ പ്രകടനവും ഇന്ന് നിർണായകമാകും. ഓക്കേ, അപ്പൊ ഇത്രയും വിശകലനങ്ങളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് തന്ത്രങ്ങളിലേക്ക് കടക്കാം. ഒരു ഷോർട്ട് ടേം ട്രേഡറും ഒരു ലോങ് ടേം ഇൻവെസ്റ്ററും ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോ നിങ്ങളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ കുറച്ച് ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ സെലക്റ്റീവായി മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ നിഫ്റ്റിയുടെ അടിസ്ഥാനം ഇപ്പോഴും ശക്തമാണ് എന്നോർക്കുക. അതുകൊണ്ട് ചെറിയ ചാഞ്ചാട്ടങ്ങളിൽ അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല. അപ്പോ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത്. ശരിക്കും വിജയകരമായൊരു ട്രേഡ് തുടങ്ങുന്നത് മാർക്കറ്റ് തുറക്കുന്നതിനും എത്രയോ മുൻപാണ്. ഈ ഒരു തയ്യാറെടുപ്പാണ് ഏറ്റവും പ്രധാനം. മാർക്കറ്റിലെ അവസരങ്ങൾ ശരിയായി മുതലെടുക്കാൻ മുൻകൂട്ടിയുള്ള ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. അടുത്തൊരു വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി.